എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 29-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയിൽ നിശ്ചലമായി കൊച്ചി നഗരം. പലയിടത്തും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ഇടപ്പള്ളി, വൈറ്റില, തൃപ്പൂണിത്തറ, കടവന്ത്ര, പാലാരിവട്ടം റോഡുകളിൽ വാഹനം കുടുങ്ങിക്കിടക്കുകയാണ്. എറണാകുളം നഗരത്തിൽ കനത്ത മഴയ്ക്ക് കാരണം മേഘ വിസ്ഫോടനമാണ് എന്ന് കൊച്ചി സർവകലാശാല ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. രാവിലെ 9:10 മുതൽ 10:10 വരെയുള്ള സമയത്ത് കൊച്ചി സർവകലാശാല മഴമാപിനിയിൽ 100 മില്ലി ലിറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത കാലത്ത് ആദ്യമായാണ് കുറഞ്ഞ സമയത്ത് ഇത്രയും അധികം മഴ ലഭിക്കുന്നത്. കനത്ത മഴയിൽ കോട്ടയം ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഭരണങ്ങാനം വില്ലേജിൽ ഇടമുറുക്ക് ചെക്കല്ല് ഭാഗത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. 7 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മേഖലയിൽ വലിയ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇടപ്പള്ളി മരോട്ടിച്ചുവടിലെയും തമ്മനം ശാന്തിപുരത്തും കോളനികളിലെ വീടുകളിലേക്ക് വെള്ളം കയറി. കാക്കനാട് ഇൻഫോ പാർക്ക് രണ്ടാമതും മുങ്ങി. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസ്സിന് മുകളിലും ചേർത്തലയിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലും മരം വീണു. പെരുമ്പടപ്പ് കുമ്പളങ്ങി റോഡ് വെള്ളത്തിൽ മുങ്ങി. ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം ദേശീയപാതയിൽ മരം വീണു. നെയ്യാറ്റിൻകരയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഒരു ഭാഗം നെയ്യേറിലേക്ക് ഇടിഞ്ഞു. പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് പ്രവേശനം നിരോധിച്ചു. വേങ്ങൂരിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി എൽദോസ് മരിച്ചു. മാവേലിക്കര ഓലക്കെട്ടിയിൽ തെങ്ങ് കടപുഴകി വീണ് അരവിന്ദ് എന്ന ആളും മരിച്ചു. കൊല്ലത്തും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മരുത്തടി, ശക്തികുളങ്ങര, മങ്ങാട് പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. പല പ്രധാന പാതകളും വെള്ളക്കെട്ടിനാൽ മുങ്ങിയിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ 100ഓളം വീടുകളിലാണ് ഇതിനകം വെള്ളം കയറിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് കോട്ടമ്പി സ്കൂൾ ബസ്സിന് മുകളിൽ മഴ വീണു. മറ്റ് ജില്ലകളിലും ഇടവിട്ട് ശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കാലവർഷം 31-നാണ് എത്തുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ സംസ്ഥാനത്ത് കനത്ത മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും കനത്ത കാറ്റും ഇടിമിന്നലും അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കനത്ത കാറ്റിലും മഴയിലും വൈദ്യുതി ലൈൻ പൊട്ടി വീണുണ്ടാകുന്ന അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അറിയിക്കുകയോ അടുത്ത സെക്ഷൻ ഓഫീസിൽ അറിയിക്കുകയോ ചെയ്യേണ്ടതാണ്. ലക്ഷദ്വീപിന് സമീപം അറബിക്കടലിൽ ഭൂചലനം അനുഭവപ്പെട്ടു. 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ആളപായമോ നാശനഷ്ടങ്ങളോ ഇല്ല. തെക്കൻ കേരള തീരം, ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നും ഈ മാസം 31-നും തെക്കൻ കേരള തീരം, ലക്ഷദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വേഗത, ചില സമയങ്ങളിൽ അത് 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. പെൻഷൻ വിതരണം നടക്കാൻ വേണ്ടി പോകുന്നത് നാളെയാണ്. ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പാണ് അവസാനിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വായ്പാ അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചൊവ്വാഴ്ച ദിവസം കടപ്പത്ര ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഓഫീസിൽ വെച്ച് നടക്കുകയുണ്ടായി. അതിനുശേഷം തുക ലഭിക്കുന്നതോടുകൂടി ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും. 900 കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ധനവകുപ്പ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. പെൻഷൻ വിതരണം 29-ാം തീയതി തന്നെ ആരംഭിക്കും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സർക്കാർ അറിയിച്ചിരുന്നത്. എന്തായാലും നാളെ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാവും നാളെ തുക എത്തുക. കേരളത്തിലെ 62 പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ്. അതേസമയം കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി വികലാംഗ പെൻഷൻ, ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ, ഈ വിഭാഗത്തിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അതിൻ്റെതായ കുറവുണ്ടാകും. വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 1300 രൂപ മാത്രമാണ് ലഭിക്കുക. അത് കേന്ദ്രവിഹിതം എന്നാണോ തുക ബാക്കി നൽകുന്നത് അന്നേ ആ ഒരു 300 രൂപ ബാക്കി ലഭിക്കുകയുള്ളൂ. ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്നവർക്ക് 1400 രൂപയായിരിക്കും ലഭിക്കുക. അവർക്ക് 200 രൂപ പിന്നെ ആയിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 1000 രൂപയായിരിക്കും ലഭിക്കുക. 500 രൂപ കേന്ദ്രം എപ്പോഴാണോ നൽകുന്നത് അപ്പോഴേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഒരു അറിയിപ്പായിട്ട് പറയാനുള്ളത്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് ഈ മാസവും പെൻഷൻ ഇല്ല. അതും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ കൈകളിൽ വിതരണമാണ്.
കൈകളിൽ വിതരണത്തിന് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ വിതരണം ചെയ്യേണ്ട ലിസ്റ്റ്, അതായത് മരണപ്പെട്ടവരെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഒരു ലിസ്റ്റ് ആയിരിക്കും വരിക. ആ ഒരു ലിസ്റ്റ് വന്നതിന് ശേഷമാണ് പെൻഷൻ വിതരണം നടക്കുക. ലിസ്റ്റും അതോടൊപ്പം തന്നെ പണവും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറി മുഖാന്തരം വരേണ്ടതുണ്ട്. ആ ഒരു തുക സർവീസ് ബാങ്കുകൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സംഘം ജീവനക്കാർക്ക് തുക കൈമാറിക്കൊണ്ട് അവരായിരിക്കും ആ ഒരു തുക വീടുകളിൽ എത്തിച്ചു നൽകുക. സാധാരണ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു തുകയുടെ വിതരണം വരും ദിവസങ്ങളിലും ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന ആളുകൾക്ക് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ആ ഒരു തുക ലഭിക്കുന്നതാണ്. വെള്ളിയാഴ്ച സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തുകയാണെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിലേക്ക് വീടുകളിൽ ഇത് എത്തിച്ചു നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അഥവാ വെള്ളിയാഴ്ച സാഹചര്യം ഉണ്ടാകും. ഇല്ലാതെ ഇത് വഴുകുകയാണ് എങ്കിൽ അതിൻ്റെതായ താമസം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ 3-ാം തീയതി തിങ്കളാഴ്ച മുതലൊക്കെ ആയിരിക്കും കൈകളിൽ ഈ ഒരു തുക എത്തിച്ചേരുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയാനുള്ളത്. നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നാളെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി കന്യാകുമാരിയിൽ എത്തുന്നു. വ്യാഴാഴ്ചയാണ് കന്യാകുമാരിയിൽ എത്തുന്നത്. 2 ദിവസം വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരിക്കും. 7ാം വട്ട വോട്ടെടുപ്പ് ദിനമായ ജൂൺ 1 വരെ അദ്ദേഹം കന്യാകുമാരിയിൽ ധ്യാനത്തിലായിരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കന്യാകുമാരിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി ധ്യാനത്തിനായി ഉത്തരാഖണ്ഡ് കേദാർനാഥിൽ എത്തിയിരുന്നു. അന്ന് 17 മണിക്കൂറാണ് കേദാർനാഥിലെ ധ്യാന ഗുഹയിൽ ചിലവഴിച്ചത്. 1 ലക്ഷം രൂപ വരെ കുടുംബശ്രീയുടെ ജീവൻ ദീപം ഒരുമ പദ്ധതി പ്രകാരം ഇൻഷുറൻസ് പ്രീമിയം ലഭിക്കുന്ന പദ്ധതിക്ക് ജനപ്രിയത്തോടെ 2ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 2023 മെയ് മാസം ആരംഭിച്ച ജീവൻ ദീപം ഒരുമ പദ്ധതിയിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ 11,28,381 വനിതകൾ അംഗങ്ങളായതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV രാജേഷ് അറിയിച്ചിരുന്നു. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 174 രൂപയാണ് വാർഷിക പ്രീമിയമായി അടയ്ക്കേണ്ടത്. അയൽക്കൂട്ട അംഗത്തിന് സ്വാഭാവിക മരണമോ അപകട മരണമോ സംഭവിച്ചാലും അപകടത്തിൽ സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചാലും സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. അംഗങ്ങൾ ചേർന്ന് എടുക്കുന്ന ലിങ്കേജ് വായ്പയ്ക്ക് ശേഷം ഇതിലെ ഒരു അംഗം മരിക്കുകയാണ് എങ്കിൽ ആ അംഗത്തിന്റെ വായ്പാ ബാധ്യത മറ്റ് അംഗങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. എന്നാൽ പദ്ധതി നടപ്പിലായതോടെ ആ സാഹചര്യം ഇല്ലാതെയായി. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതോടെ മരിച്ച വ്യക്തിയുടെ വായ്പാ തുക അയൽക്കൂട്ട ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാവുകയും ബാക്കി തുക ഉണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് ലഭിക്കുകയും ചെയ്യും. 18 മുതൽ 74 വയസ്സുവരെ പ്രായമുള്ളവർക്ക് പദ്ധതിയിൽ അംഗമാവാം. 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്ക് സ്വാഭാവിക മരണം സംഭവിക്കുകയാണ് എങ്കിൽ അവകാശികൾക്ക് 1 ലക്ഷം രൂപ ലഭിക്കും. 51-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പോളിസി ഉടമ സ്വാഭാവികമായ മരണം സംഭവിച്ചാൽ 45,000 രൂപ അവകാശികൾക്ക് ലഭിക്കും. 61 വയസ്സിനും 70 വയസ്സിനും ഇടയിൽ മരിക്കുകയാണ് എങ്കിൽ അവകാശികൾക്ക് 15,000 രൂപയും 71-നും 74 വയസ്സിനും ഇടയിൽ മരിച്ചാൽ 10,000 രൂപയുമാണ് പ്രീമിയമായി അവകാശികൾക്ക് ലഭിക്കുന്നത്. DDS തലത്തിൽ പ്രവർത്തിക്കുന്ന റിസോഴ്സ് പേഴ്സൺമാരുടെ ഗ്രൂപ്പായ ബീമാ മിത്ര വഴിയാണ് അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്നും പ്രീമിയം സമാഹരിക്കുന്നത്. പദ്ധതിയിൽ പുതുതായി അംഗങ്ങളെ ചേർക്കുന്നതും ബീമാ മിത്രയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ചേർന്നിട്ടുള്ള ആളുകൾക്ക് പ്രീമിയം പുതുക്കാറായിട്ടുണ്ട്. ഇനി പുതിയ അംഗങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചേരാവുന്ന ഒരു അവസ്ഥയുമുണ്ട്. ഇതുവരെ അംഗങ്ങളാവാത്ത ആളുകൾ ഉടൻ തന്നെ പദ്ധതിയിൽ അംഗങ്ങളാവുക. തുടർച്ചയായ 2ാം ദിവസവും സ്വർണത്തിന് വില വർദ്ധിച്ചു. പവന് 160 രൂപ കൂടി 53,480 രൂപയും ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 6,685 രൂപയുമായിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.